ഒന്നും രണ്ടുമല്ല 11 വെടിയുണ്ടകൾ നെഞ്ചിൽ തറച്ചിട്ടും ആ ഭീകരരെ അവൾ തടഞ്ഞു നിർത്തി. രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണം തടഞ്ഞ വനിതാ കോൺസ്റ്റബിൾ. വർഷം 2001 ഡിസംബർ 13. ഡൽഹിയിലെ തണുപ്പുള്ളൊരു പ്രഭാതം. ഇന്ത്യൻ പാർലമെൻറ്റിൽ ശീതകാല സമ്മേളനം നടക്കുകയായിരുന്നു. ഏകദേശം 200 എംപിമാരും പ്രധാനമന്ത്രിമാരും ആ കെട്ടിടത്തിനുള്ളിൽ ഉണ്ട്. പുറത്ത് 1-ാം നമ്പർ ഗേറ്റിന് കാവൽ നിൽക്കുകയായിരുന്നു CRPF കോൺസ്റ്റബിൾ 32 വയസ്സുള്ള കമലേഷ് കുമാരി. വികാസ്പൂരിലെ വീട്ടിൽ നിന്ന് തൻ്റെ 2 കൊച്ചു പെൺമക്കൾക്ക് പ്രഭാത ഭക്ഷണം നൽകി വൈകുന്നേരം നേരത്തെ എത്താമെന്ന വാക്കും കൊടുത്ത് കമലേഷ് കുമാരി അന്ന് പതിവ് പോലെ ജോലിക്കിറങ്ങി തിരിച്ചു. രാവിലെ ഏകദേശം 11:40 പാർലമെൻറ്റ് സ്റ്റിക്കറും ചുവന്ന ബീക്കണും ഘടിപ്പിച്ച ഒരു വെളുത്ത അംബാസിഡർ കാർ ഗേറ്റിനു നേരെ വരുന്നു. ആ വരവ് കണ്ടിട്ട് കമലേഷിൻ്റെ ഉള്ളിലെ പോലീസുകാരിക്ക് എന്തോ പന്തികേട് തോന്നി. കാർ അമിത വേഗത്തിലായിരുന്നു. അവർ ആ കാറ് തടയാൻ മുന്നോട്ട് നീങ്ങി. പെട്ടെന്ന് കാർ നിന്നു. അതിൽ നിന്നും തോക്കുകളും ഗ്രനേഡുകളുമായി 5 ഭീകരർ പുറത്തേക്ക് ചാടി. ആ ഭീകരർ പാർലമെൻറ്റിനുള്ളിൽ കയറിയാൽ 100ഓളം വരുന്ന ജനങ്ങളുടെ ജീവനു ഭീഷണിയാണെന്നറിയുന്ന കമലേഷ് തൻ്റെ വാക്കി ടോക്കിയിലൂടെ അലറി വിളിച്ചു, "ഭീകരർ, ഗേറ്റുകൾ അടയ്ക്കൂ!" തങ്ങളെ മനസ്സിലാക്കി എന്ന് തിരിച്ചറിഞ്ഞ ഭീകരർ കമലേഷിനു നേരെ വെടിയുതിർത്തു. 11 വെടിയുണ്ടകൾ അവളുടെ നെഞ്ചിലൂടെ തുളച്ചു കയറി. അവസാന നിമിഷം വരെ അവർ പറഞ്ഞത് ഗേറ്റുകൾ അടയ്ക്കൂ എന്നായിരുന്നു. അവരുടെ നിലവിളി കേട്ട മറ്റു സുരക്ഷാ ഉദ്യോഗസ്ഥർ പാർലമെൻറ്റിൻ്റെ പ്രധാന ഗേറ്റുകൾ അടച്ചു. തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ സൈന്യം 5 ഭീകരരെയും വധിച്ചു. അവർ അന്ന് ആ മുന്നറിയിപ്പ് നൽകിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊല അവിടെ നടക്കുമായിരുന്നു. സ്വന്തം ജീവൻ നൽകി അവർ ഇന്ത്യയെയും ജനാധിപത്യത്തെയും കാത്തു. വൈകുന്നേരം വേഗം മടങ്ങി വരാമെന്നു പറഞ്ഞു പോയ ആ അമ്മയുടെയും മക്കളുടെ കാത്തിരിപ്പ് മാത്രം ബാക്കിയാക്കി. മരണാനന്തരം രാഷ്ട്രം അവർക്ക് അശോകചക്ര നൽകി ആദരിച്ചു. അങ്ങനെ അശോകചക്ര ലഭിക്കുന്ന ആദ്യത്തെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയായി കമലേഷ് കുമാരി.